നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികളും ഇവരുടെ ബന്ധുവും ഉൾപ്പെടെ 3 പേർ മരിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഫിദ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ഇന്നലെ രാവിലെയാണ് ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായി വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ടു മടങ്ങിവരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കനത്ത മഴയാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറി. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇവരുടെ മക്കൾ ബന്ധുക്കളോടൊപ്പം പുറകിലുണ്ടായിരുന്ന കാറിലായിരുന്നു. മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പോർക്കളയങ്ങാട് അയ്യപ്പ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ഇഞ്ചിക്കുന്ന് ആലിക്കൽ വീട്ടിൽ 43 വയസ്സുള്ള നിഷാദാണ് മരിച്ചത്. ഇഞ്ചിക്കുന്ന് അമ്പലം പള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽക്കൂരയുടെ പാത്തി വൃത്തിയാക്കുന്നതിനിടയിലാണ് നിഷാദിന് ഷോക്കേറ്റത്. അപകടം നടന്നയുടൻ നിഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷീജ ഭാര്യയും രാഹുൽ, അപർണ എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടിയിൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 1:30ഓടെയാണ് തീപിടുത്തമുണ്ടായത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടങ്ങോട് റോഡ് സെന്ററിൽ ITC റോഡിൽ പ്രവർത്തിക്കുന്ന പാറയ്ക്കൽ ഇലക്ട്രിക്സ് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. പുകയും തീയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ ഉടമയെ വിവരം അറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഷോപ്പിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. റിപ്പയറിംഗ് കഴിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മോട്ടോറുകൾ, മിക്സികൾ, ഫാനുകൾ ഉൾപ്പെടെയുള്ള വൈദ്യുത ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഇന്നലെ വരുമ്പോൾ കടയിൽ അത് തീപിടുത്തങ്ങളായിരുന്നു. 1:30 സമയത്തായിരുന്നു ഉണ്ടായത്. കടയിലുണ്ടായിരുന്ന മെഷീൻസുകൾ കുറെ നഷ്ടപ്പെട്ടു. കടയിലുള്ള പണി കഴിഞ്ഞ ഉപകരണങ്ങളും കുറെ മോട്ടറുകൾ, മിക്സി, ഫാനുകൾ, കുറെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. പണി കഴിഞ്ഞിട്ട് ഗോഡൗണിൽ കൊണ്ടുവച്ചതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കത്തി നഷ്ടപ്പെട്ടു. പിന്നെ രാത്രി വരുമ്പോൾ ഫയർഫോഴ്സ് വന്നിട്ടാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വരുമ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. ഇങ്ങനെയാണ് സംഭവിച്ചത്. പവർ സർക്യൂട്ട് കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. കുറെ മെഷീൻസുകൾ കുറെ നഷ്ടപ്പെട്ടു പോയി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് നക്ഷത്ര റോഡിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ അപകടം. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കൊരട്ടിക്കര സ്വദേശി വലിയ പീടികയിൽ മുഹമ്മദ് കോയയുടെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. ബന്ധുവിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു മുഹമ്മദ് കോയ. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും. CMRL അപ്പീൽ തള്ളി. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ 2 ആഴ്ചത്തേക്ക് ഈ ഉത്തരവ് തടയണമെന്ന CMRL അഭിഭാഷകന്റെ ആവശ്യവും തള്ളി. ECIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന CMRLന്റെ വാദം ശരിയല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ സിംഗിൾ ബെഞ്ചിലും സമാനമായ ഒരു ഇടപെടലിന് CMRL ശ്രമിച്ചിരുന്നു. അന്വേഷണം തുടരാമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ CMRL അഭിഭാഷകർ കോടതിയിൽ അവകാശപ്പെട്ടത് തങ്ങൾക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകണമെന്നും ഇത് തടയണമെന്നുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാവശ്യവും കോടതി അംഗീകരിച്ചിരുന്നില്ല. EDക്ക് റെയ്ഡ് തുടരാമെന്ന് പറയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ED പരിശോധന നടത്തിയത്. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRLന്റെ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യത്തിന് പിഴ ചുമത്തി പുന്നയൂർ പഞ്ചായത്ത്. 50,000 രൂപ പിഴയടയ്ക്കാനും 10 ദിവസത്തിനുള്ളിൽ മാലിന്യം നീക്കാനും നിർദ്ദേശം നൽകി. അകലാട് ബദർ പള്ളിക്ക് സമീപം പടിഞ്ഞാപ്പുറത്ത് ഷാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടുപറമ്പിലാണ് മാലിന്യം കൂട്ടിയിട്ടിരുന്നത്. വാടകയ്ക്ക് കൊടുത്തിരുന്ന എംപാനൽ ലൈസൻസ് ഉള്ള കരാറുകാരൻ പുന്നയൂർ പഞ്ചായത്ത് അറിയാതെ 2 പഞ്ചായത്ത് പരിധിയിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരുന്നത്. ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പുറമെ ആശുപത്രികളിൽ നിന്നുള്ള കുപ്പികളും മെഡിസിൻ സ്ട്രിപ്പുകളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം നാട്ടുകാരോ പരിസരവാസികളോ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നില്ല. മറ്റൊരു വ്യക്തി ഈ പറമ്പിനോട് ചേർന്ന് അറവു മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടുവന്നിട്ട് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നുണ്ടായ തിരച്ചിലിനിടെയാണ്
മാലിന്യ കൂമ്പാരം കണ്ടത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറവു മാലിന്യവും നീക്കം ചെയ്തു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. വായുമലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുന്നുകൂടൽ, വനനശീകരണം തുടങ്ങിയ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന പുതിയ കാലത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വലിയ പ്രാമുഖ്യമാണുള്ളത്. 1972 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഒരു ദിവസത്തെ ആചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. നിത്യജീവിതത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. മരങ്ങൾ നട്ടുവളർത്തുകയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും കുടിവെള്ളം പാഴാക്കാതിരിക്കുകയും വേണം. മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളില്ലെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഭൂമിയെ വരും തലമുറയ്ക്കായി നമുക്ക് കാത്തുവയ്ക്കാം. കന്നുകാലികളുടെ വരവ് കുത്തനെ കുറഞ്ഞതോടെ ബീഫ് വിലയിൽ വൻ വർധന. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വിതരണം തടസ്സപ്പെട്ടതാണ് വിപണിയിൽ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. ബീഫ് വില കിലോഗ്രാമിന് 500 രൂപയിലേക്ക് അടുക്കുകയാണ്. വിലക്കയറ്റവും കന്നുകാലികളുടെ ക്ഷാമവും മൂലം കനത്ത നഷ്ടം നേരിടുന്ന പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക വ്യാപാരികളും ബീഫ് വിൽപ്പന താൽക്കാലികമായി നിർത്തേണ്ട അവസ്ഥയാണ്. മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് കന്നുകാലികളുമായി പുറപ്പെട്ട 16 ലോറികൾ ഗോരക്ഷാഗുണ്ടകൾ വഴിയിൽ തടഞ്ഞ് തട്ടിയെടുക്കുകയായിരുന്നു. ഇതാണ് നിലവിലെ വിതരണ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകാലികളെ എത്തിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ നിരന്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് വ്യാപാരികളെയും ലോറി ജീവനക്കാരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. സുരക്ഷിതമായി കന്നുകാലികളെ സംസ്ഥാനത്തെത്തിക്കാൻ കഴിയാത്തതാണ് വിപണിയിലെ പെട്ടെന്നുള്ള കടുത്ത ക്ഷാമത്തിന് കാരണം. ഉയർന്ന വിലയ്ക്ക് കന്നുകാലികളെ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ഇറച്ചി വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ. കന്നുകാലി വിതരണം സുഗമമാക്കാനും വ്യാപാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇറച്ചി വ്യാപാരികളുടെ ആവശ്യം. ശക്തമായ രീതിയിൽ സർക്കാർ മുൻകൈ എടുത്തെങ്കിൽ ഈ ഗുണ്ടായിസം അവസാനിപ്പിച്ചെങ്കിൽ കന്നുകാലി കൊണ്ടുവരുന്നവർക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. എന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇറച്ചി ഈ 500 രൂപ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഒരു കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക്. അല്ലെങ്കിൽ 500-600 രൂപ ഒക്കെ ആക്കേണ്ട പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വ്യാപാരികൾ. കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് മഴ ശക്തമായി. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. സാധാരണയേക്കാൾ 3 ദിവസം വൈകിയാണ് ഇത്തവണ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരള തീരം തൊട്ടത്. ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെ 11 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന പാതയോരത്തെ കടവല്ലൂർ തോട്ടിൽ നിന്ന് പട്ടാപ്പകൽ വൻതോതിൽ ജലം ചൂഷണം ചെയ്യുന്നതായി പരാതി. ശക്തിയേറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കർ ലോറികളിലേക്ക് ശേഖരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അനധികൃതമായി വെള്ളം ശേഖരിക്കുന്നത് പതിവായിട്ടും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ കുടിവെള്ളം എന്ന ബോർഡ് പതിച്ച ടാങ്കറുകളിലൂടെ സമാന രീതിയിൽ ജലക്കടത്ത് നടന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു. ജലചൂഷണം പൂർണ്ണമായി തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും പ്രകൃതി വിഭവ സംരക്ഷണത്തിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൂക്കോട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പയിനും റിപ്പോർട്ട് വിതരണവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി റജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് ബാജു മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വളപ്രയോഗം ക്രമീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ക്ലാസ് നയിച്ചു. കൃഷി ഓഫീസർ റിജിത്ത്, നഗരസഭാ കൌൺസിലർമാരായ ബഷീർ പൂക്കോട്, ലിസി ബൈജു, നീതു പ്രബിൻ, അഷ്കാഖ്, സച്ചിൻ എന്നിവർ സംസാരിച്ചു. BC LP കോട്ടപ്പടി, RC UP കോട്ടപ്പടി എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം. വിശദാംശങ്ങളിലേക്ക്.
കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ അധ്യക്ഷനായി. DCC സെക്രട്ടറി CI ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുരേഷ് മാമ്പറമ്പിൽ, ബിജു C ബേബി, കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി, സംസ്ഥാന സമിതി അംഗം നമ്പീശൻ, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI തോമസ് എന്നിവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് നേതാക്കളായ TK സുബ്രഹ്മണ്യൻ, TS ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 3 മുതൽ 10 വരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിസ്ഥിതി ദിന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലിശ്ശേരി സ്കൂളിൽ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പരിസ്ഥിതി ദിന ബ്രോഷർ കൈമാറി. ഏരിയ സെക്രട്ടറി TA അഷ്റഫ് വൃക്ഷത്തൈ നൽകി. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, SMC ചെയർമാൻ റഫീഖ് ഔങ്ങാട്ടിൽ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ K തെസ്നി, അധ്യാപകർ, NSS വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിന ക്വിസ് മത്സര വിജയികൾക്ക് വൃക്ഷത്തൈകളും മെഡലും നൽകി. കുർമാൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗ്രീൻ പാർക്കിൽ 326ാമത് മരം നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം നടത്തി. CEO യേശുദാസ് PP ഉദ്ഘാടനം ചെയ്തു. സനോജ് ഗോപി, വില്യംസ് പോൾ, PK തമ്പി, C നീതു, C സോഫി, ജോസ് കുർമാൽ എന്നിവർ നേതൃത്വം നൽകി. കൊട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഫലവൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ KV ഷൈബു അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ്, MPTA പ്രസിഡന്റ് ശരണ്യ എന്നിവർ സംസാരിച്ചു. ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ കൊണ്ടുവന്ന ഫലവൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. കാർഷിക ക്ലബ്, അടുക്കള പച്ചക്കറിത്തോട്ടം എന്നിവയുടെ ഉദ്ഘാടനം കൂടി ചടങ്ങിൽ നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി ഗാനം, പ്രസംഗം, കുറിപ്പവതരണം, നൃത്താവിഷ്കാരം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. പ്രധാനാധ്യാപിക ശ്രീജാഭായ് സ്വാഗതവും മുതിർന്ന അധ്യാപിക ശാരിക നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും പഞ്ചായത്തിന് വിട്ടുകിട്ടിയ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും 18 വാർഡുകളിലേക്കുമുള്ള ഔഷധ സസ്യ വൃക്ഷത്തൈകളുടെ വിതരണ ഉദ്ഘാടനം കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഔഷധിയിൽ നിന്ന് ലഭ്യമായ 500ഓളം തൈകളാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചുപിടിപ്പിക്കുന്നതിനു വേണ്ടി വിതരണം ചെയ്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുന്നയൂർക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാവിൻചുവട് യൂണിയൻ മുൻ ട്രഷററും രക്ഷാധികാരിയുമായ TK മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഹുസൈൻ മാസ്റ്റർ, ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, അഷ്റഫ് കൊട്ടിലിങ്ങൽ, അഷ്റഫ് വൈശ്യം വീട്ടിൽ, P ഉമർ, ബേബി സമീർ, അബ്ദുൾ ഹമീദ്, കുഞ്ഞാവ, KM നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. TK മൊയ്തുണ്ണി, ഹുസൈൻ മാസ്റ്റർ എന്നിവർ പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ PM തമ്പി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ പരിസ്ഥിതി ദിന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ സന്ധ്യ ഷിബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KM റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ്, ജനപ്രതിനിധികളായ TS മണികണ്ഠൻ, PM അലി, KH സിദ്ദിഖ്, അഞ്ജു സുധീഷ്, ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷനോജ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ സ്രായിൽ കടവ് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സ്രായിൽ വാർഡ് മെമ്പർ TS മണികണ്ഠൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സ്രായിൽ കടവിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൈവരിയിൽ വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ വൃത്തിയാക്കി പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ തുടങ്ങിയവ പെറുക്കി പരിസരം ശുചീകരിച്ചു. മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി, കമ്മിറ്റി അംഗങ്ങളായ ഷമീർ KK, അഖിൽ ബാബു, വിധുൻ PV, സിജോ PJ, സഞ്ജയ് VS, സൗരവ്, ആദിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം മഴുവഞ്ചേരി അറങ്ങാശ്ശേരി പരേതനായ തോമ ഭാര്യ മേരി നിര്യാതയായി 92 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് എരനല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തും. ലില്ലി, ജോസ്, സൈമൺ, ഡെയ്സി, ബെന്നി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.